ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാർട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഇനി നമുക്കിതിൻ്റെ ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും തുണി ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതൊരു 2.5 മീറ്റർ ലെങ്ത്തുള്ള തുണിയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാൻഡ് പീസിന് തുണി കുറവാണെങ്കിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾക്ക് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ബാൻഡ് പീസിനുള്ള തുണി എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു രീതിയിലാവും ബാലൻസ് വരിക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തുണി ജോയിൻ ചെയ്തിട്ട് വേണം വേസ്റ്റ് പീസ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കണത് എൻ്റെ കയ്യിൽ തുണി ഉള്ള കാരണം ആ ഒരു തുണി തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ വേസ്റ്റ് പീസാണ്. വേസ്റ്റ് പീസ് നമ്മൾ ഇപ്പോൾ ഈ ഒരു രീതിക്കാണല്ലോ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 40/4+10 + 1 ഇഞ്ച് തയ്യൽ തുമ്പ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു 4 പീസിലും നമുക്ക് ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് വരും. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ ഈ ഒരു ഭാഗം ക്ലോസ് ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഈ ഒരു ഭാഗം എനിക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 11 ഇഞ്ച് എന്നുള്ളത് 10 ഇഞ്ചാണ് അളവ് എടുക്കണുള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ഇഞ്ച് എടുക്കണുള്ളൂ എന്ന്. 11 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് 10 ഇഞ്ചാണ് എടുക്കണുള്ളൂ. കാരണം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ, ഇവിടെ എനിക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 1/2 ഇഞ്ച് കുറച്ചത്. നിങ്ങൾക്ക് 2 പീസും തമ്മിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരികയാണ്. ഇതിപ്പോൾ 2 പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ 11 ഇഞ്ച് തന്നെ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് 10 ഇഞ്ച് എടുത്തിട്ട് എനിക്കിവിടെ കറക്റ്റ് 10 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ 8 ഇഞ്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാൻഡ് പീസും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഈ ഒരു പാൻറ് കെട്ടാൻ വള്ളിയാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു പീസും ഞാൻ ഈ ഒരു ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 1 ഇഞ്ച് വിടത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അണ്ടർ സ്കേർട്ടിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബണ്ടിലായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചാലും മതി. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കണത്. നമ്മൾ ഇനിയിപ്പോൾ ആദ്യം ഈ ഒരു പീസ് വേസ്റ്റ് പീസ് അല്ലെങ്കിൽ ബാൻഡ് പീസാണ് അടിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകൾ ഭാഗത്തൊരു 1.5 ഇഞ്ച് കൂടുതൽ വിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ 1 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പായിട്ട് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. അതിനുശേഷം ഇതിനെ ഈ ഒരു രീതിയിൽ പിടിക്കുക. താഴത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ആ 1 ഇഞ്ചിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അവിടെ കൊടുന്ന് നിർത്തുക. അതിനുശേഷം വീണ്ടും തിരിച്ച് താഴ്ഭാഗത്തേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാണ്. ഇനി നമ്മൾ ചെയ്യണത്, നമ്മളിവിടെ 1 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനൊന്ന് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ആദ്യം നമ്മളൊരു 1/2 ഇഞ്ചിലൊന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും 1/2 ഇഞ്ചിൽ മടക്കുക. ഈ ഒരു രീതിയിലൊന്ന് മടക്കി അടിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ നേരെ ഇങ്ങോട്ട് ഒന്നും കൂടെ അതാക്കി ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗം ഈ ഒരു രീതിയിൽ തന്നെ 1/2 ഇഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഈ ഭാഗം കൂടെ ഇതേ രീതിയിൽ തന്നെ അടിച്ച് മുകൾ ഭാഗം വരെ അടിച്ചെടുക്കുക. അതിന് ശേഷം ഇനി നമ്മളിവിടെ വള്ളി കെട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കുക. അതിന് ശേഷം 1 ഇഞ്ചിലൊന്ന് മടക്കി കൊടുക്കുക. ഈ ഒരു അളവ് കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ആദ്യം 1/2 ഇഞ്ചിലൊന്ന് മടക്കി അടിച്ചതിന് ശേഷം 1 ഇഞ്ചിൽ മടക്കാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മടക്കി കൊടുത്താൽ മതി. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ വള്ളി ഇടാനുള്ള ഭാഗം നമ്മൾ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള ഭാഗം ജോയിൻ ചെയ്യാമെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പീസിൽ 5 ഇഞ്ചായിരുന്നല്ലോ നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. എല്ലാ ഭാഗത്തും അതൊന്നൊരു നോച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിതാ ഈ ഒരു പീസിന്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ക്രോച്ചിന്റെ ഭാഗം ഒന്ന് അടിച്ചെടുക്കാം.
ഇവിടെ ഇപ്പോൾ 1 ഇഞ്ചായിരുന്നു നമ്മൾ ക്രോച്ച് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ആ 1 ഇഞ്ചിൽ 2 ഭാഗവും നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ്. ഓരോ ഇഞ്ചിൽ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്ലീറ്റ്സുകളൊന്ന് എടുക്കുകയാണ്. അത് നമ്മളിത് സെൻറ്റർ ഭാഗവും നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചു. അതിന് ശേഷം നമ്മളിത് പ്ലീറ്റ്സ് ഇടാനുള്ള ഭാഗം നമ്മൾ ഓൾറെഡി ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗത്തേക്ക് നമ്മൾ 5 ഇഞ്ചാണ് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി എടുത്തുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ആ ഭാഗം നമ്മളൊന്ന് നിവർത്തി വെക്കുക. അതിന് ശേഷം നമുക്കിത് ഇവിടെ ഈ ഒരു രീതിക്ക് കുറച്ച് പ്ലീറ്റ്സുകൾ ഇട്ട് വെക്കാം. നമ്മളത് ഓരോ പിന്നുകൾ കുത്തി കൊടുക്കുന്നത് ഇത്തിരി വലിപ്പത്തിലുള്ള പ്ലീറ്റ് തന്നെയാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ അതോടെ മൊത്തം ഒരു 5 പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നമുക്കിവിടെ 20 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത്. ഈ ഒരു 10 ഇഞ്ച് പ്ലീറ്റ് പോയ ഒരു പ്ലീറ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതേ രീതിക്ക് തന്നെ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തും പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് പ്ലീറ്റ്സ് ഇട്ട് വെച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം പ്ലീറ്റുകൾ ഇടാൻ. നമ്മളിപ്പോൾ 2 ഭാഗത്തും പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഇത് കറക്റ്റ് ആണോ എന്ന്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ലെങ്ത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇതിൻ്റെ സെൻറ്ററായിട്ട് വരിക. അപ്പോൾ സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെൻറ്റർ ബാക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. പീസിൻ്റെ ഈ ഒരു സെൻറ്റർ പീസും ഈ പ്ലീറ്റ്സ് നമുക്ക് സൈഡിലേക്കാണല്ലോ വരിക. അപ്പോൾ ആ ഒരു രീതിയിലാക്കി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീറ്റ്സ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതാണ് ഇപ്പോൾ നമ്മുടെ സെൻറ്ററായിട്ട് വരുന്ന ഭാഗം. അപ്പോൾ ഈ ഒരു സെൻറ്ററിൻ്റെ നല്ല ഭാഗവും നമ്മുടെ ഈ ഒരു പീസിൻ്റെ സെൻറ്ററിൽ അത് തമ്മിലൊന്ന് ചേർത്ത് വയ്ക്കുക. അത് നമുക്കൊന്ന് പിൻ കുത്തി കൊടുക്കാം. ഈ 2 ഭാഗവും ചേർത്ത് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, നേരെ സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത്, അവിടെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ചിട്ടൊന്ന് പിൻ കുത്തി കൊടുക്കുകയാണ്. അതിന് ശേഷം ഈ ഒരു പീസിനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ്. ഇപ്പോൾ നല്ല ഭാഗവും തമ്മിലാണ് ചേർന്നിരിക്കുന്നത്. മനസ്സിലായിണ്ടാവുമല്ലോ. ഈ നല്ല ഭാഗവും ചേർത്ത് വെച്ച് നമ്മളത് ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുക. നമുക്കപ്പോൾ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. നമ്മളിത് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യണത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നാണ്. നമ്മൾ കുത്തി വെച്ചിരുന്ന പിന്നൊന്ന് ഊരി കൊടുക്കുക. ഇവിടെ നമ്മൾ 1/2 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ 1/2 ഇഞ്ചിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യണത്. നമുക്ക് ഇട്ടിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മുടെ പ്ലീറ്റ്സുകൾ എത്തുമ്പോൾ ഓരോ പ്ലീറ്റായിട്ട് പിന്നായിട്ട് ഊരി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം തന്നെ പ്ലീറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുന്ന് അടിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാവും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഓരോ പിന്നായിട്ട് ഊരി കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു നോച്ചിട്ട ഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ചല്ലേ വരുന്നതെന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നമ്മളിപ്പോൾ നേരെ സെൻറ്റർ ബാക്കിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇത് അടിച്ചു പോരുകയാണ്. ഇനി നമ്മുടെ പ്ലീറ്റ്സ് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അത് അവിടെ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അടിക്കുക. ആദ്യം നമ്മൾ ഓരോ പിന്നായിട്ട് ഊരി കൊടുക്കുക. അതിന് ശേഷം വളരെ സാവകാശം അടിച്ചാൽ മതി. ഇത്ര അടിച്ചു വരുമ്പോൾ ഇവിടെയും നമ്മൾ കറക്റ്റില് കിട്ടണമെന്നൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം സ്റ്റിച്ച് ചെയ്തോടെ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതേ സ്റ്റിച്ചിൽ കൂടെ ഒരടിയും കൂടെ അടിച്ചു കൊടുക്കാം. നമ്മുടെ പാൻറ് ഇവിടെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മുടെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കാം. ഇവിടെ നമ്മൾ 2 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ 1 ഇഞ്ചിലൊന്ന് മടക്കി അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കുക.
ഇനി നമുക്ക് ഇതിലെ സിഗ്സാഗ് രീതിയിലോ അല്ലെങ്കിൽ നേരിട്ട് 2-3 സ്റ്റിച്ച് കൊടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഇതിന്റെ ഒരു അടിഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യാം. ഞാനിപ്പോ ഏറ്റവും താഴ്ഭാഗത്ത് ഒരു സ്റ്റിച്ച് മാത്രമേ കൊടുക്കണുള്ളൂ. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അത് ഇവിടെ നിന്ന് ഒരു 2 സ്റ്റിച്ച് ഇതിന്റെ നടുവിൽ കൂടെ കൊടുക്കാം. ഞാനിപ്പോ ആ ഒരു രീതിയിൽ കൊടുക്കണില്ല, ഈ ഒരു 2 സ്റ്റിച്ച് മാത്രമേ കൊടുക്കണുള്ളൂ. ഇനി ഈ ഒരു ഭാഗം കൂടെ നമ്മൾ അതേ രീതിയിലൊന്ന് മടക്കി അടിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. നിൽക്കുന്ന ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഇതാ നമ്മള് കാലിന്റെ ഭാഗം സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ 1 ഇഞ്ച് ആയിരുന്നു നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നു, അത് കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഒരു ക്രോച്ചിന്റെ ഭാഗം വരുമ്പോൾ 2 ഭാഗം ഒരുമിച്ച് പിടിച്ച് കറക്റ്റ് അല്ലേ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഈ ഒരു ക്രോച്ചിന്റെ സ്റ്റിച്ചിങ് ഒന്ന് ഈ ഭാഗത്തേക്കും ഒന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ കുറച്ച് കട്ടി പോലെ ഉണ്ടാവും, അത് ഇല്ലാണ്ടിരിക്കും. നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇതേ അടുപ്പിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പാൻറ്റിന്റെ സ്റ്റിച്ചിങ് അവിടെ കഴിഞ്ഞുണ്ട്. അപ്പോൾ ഇതാ സൈഡിൽ പ്ലീറ്റ്സ് ഒക്കെ വരുന്ന നമ്മുടെ നോർമൽ പാൻറ്റിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഇതവിടെ കഴിഞ്ഞുണ്ട്. ഇതാ നമ്മളിതവിടെ ഇനി ഇതിനൊരു നാട ഇട്ട് കൊടുക്കണം. നമ്മുടെ സെൻട്രൽ പോയിന്റുകളൊക്കെ തമ്മിൽ ചേർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് 2 സൈഡിലും. ഇനി നമുക്ക് ഇതിനുള്ള ബാൻഡ് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 1 ഇഞ്ചിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ 2 പീസ് ഉണ്ട്. ആദ്യം അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പീസ് ഇനി 2 ഭാഗത്തുനിന്നും നമ്മൾ സെൻട്രലിലേക്ക് ആദ്യം ഒന്ന് ചെറുതായി മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അത് നടുഭാഗം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കണത്. ഇനി ഞാൻ പറയണത് മനസ്സിലാവണില്ല വെച്ചാൽ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഇതാ ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ ബോട്ടം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക.